ശ്രുതിക്ക് വീട് കൊടുക്കുന്ന ലിസ്റ്റിലുണ്ട്, ഫേസ് 1 ലിസ്റ്റിലുണ്ട്. 2 ഓപ്ഷൻ വെച്ചു. ഒന്നുകിൽ ഇവിടെ ഒരു വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാം. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ ആ ചർച്ചയിൽ പറഞ്ഞു, ഇനി ഞങ്ങൾക്ക് ഈ വീട് വേണ്ട എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങൾ വേറൊരിടത്ത് പോയിക്കോളാം. ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് 15 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാം. അപ്പോൾ അവർ ഒരു വേറെ സംഘടനയുടെ ഓഫർ സ്വീകരിച്ചിട്ടാണ് പോകുന്നതെങ്കിലോ അവർ ഓഫർ സ്വീകരിച്ചു പോകട്ടെ. പക്ഷേ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു പാരിതോഷികമോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഒരു സമ്മാനമോ അഥവാ വീട് നിർമ്മിക്കാനുള്ളൊരു തുകയോ എന്തായി കണ്ടാലും അവരെവിടെ പോയി താമസിക്കുന്നു എന്നത് കണക്ക് കൂട്ടാതെ, അവർ ഒരു വീട്ടിലേക്കാണ് പോകുന്നത് എന്ന് നോക്കാതെ നമ്മുടെ ബാധ്യതാ നിർവഹണത്തിൻ്റെ ഭാഗമായി 15 ലക്ഷം കൂടി കൊടുക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ലിസ്റ്റിൽപ്പെട്ടവർക്ക് 2 കാര്യം ചെയ്യാം. ഒന്നുകിൽ ഈ സ്ഥലത്ത് താമസിക്കാം, അതല്ലെങ്കിൽ അവർക്ക് 15 ലക്ഷം രൂപ മേടിച്ച് ഞങ്ങൾക്ക് മറ്റാരെങ്കിലും വീട് തരാനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ച് പോകാം. ശ്രുതി മാത്രമല്ല, ഇപ്പോൾ ക്യാബിനറ്റ് ശ്രുതിയുടെ അപേക്ഷ തള്ളി എന്നാണ് ഒരു വാർത്ത വരുന്നത്. ശ്രുതിക്ക് സർക്കാർ ജോലി കൊടുത്തതാണ്, ശ്രുതിക്ക് വീട് കൊടുത്തതാണ്, ശ്രുതി 15 ലക്ഷം രൂപ മതി എന്ന് പറഞ്ഞ് പോയതാണ്. ശ്രുതിയുടെ രക്ഷകർത്താക്കളാണ് ഞങ്ങളെല്ലാവരും. ശ്രുതിക്ക് ഇനി മറ്റാരുമില്ല, ഗവൺമെൻറ്റാണ് ശ്രുതിയുടെ രക്ഷകർത്താവ്.